ഇപ്പോൾ ഉത്തരകാശിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു. ഒപ്പം കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുടെ കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയും നൽകും. ബൽറാം, രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോഴും ഈ പ്രതികൂല കാലാവസ്ഥയും അവിടേക്കുള്ള കണക്ടിവിറ്റിയും ഒക്കെ ഈ ദൗത്യത്തിന് അത് മുന്നോട്ട് പോകുന്നതിൽ പ്രതിബന്ധം സൃഷ്ടിക്കുന്നുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ, ഈ ദൗത്യം ഏറെ ശ്രമകരമാണ്. ദൗത്യം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ മേഘവിസ്ഫോടനം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ മേഖലയിലേക്ക് സൈന്യത്തിനെയും സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകളെയും പ്രത്യേക ദൗത്യ സംഘത്തെയും നിയോഗിച്ചിരുന്നുവെങ്കിൽ പോലും അതിൻ്റെ പകുതി ആളുകൾക്ക് പോലും ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കരസേനയുടെ 150 അംഗ സംഘം ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തി വരുന്നുണ്ട്. ഇതുകൂടാതെ ഒരു 132 അംഗ പ്രത്യേക ദൗത്യ സംഘം രക്ഷാപ്രവർത്തനം നടത്തുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ യൂണിറ്റും പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. മറ്റ് ആളുകൾ, ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ, സംസ്ഥാന ദുരന്ത നിവാരണ സേനാംഗങ്ങൾ, ഈ പ്രദേശത്തേക്ക് നിയോഗിച്ച മറ്റിടങ്ങളിൽ നിന്നും നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് ഇവിടെ എത്തിച്ചേരാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇതുവരെയും എന്നുള്ളതാണ്. ദേശീയപാത 34 പലയിടങ്ങളിലായി മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. വലിയ തടസ്സങ്ങൾ, അതിനെ തുടർന്ന് രാത്രി മുതൽ പലയിടങ്ങളിലും വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും മറ്റ് യൂണിറ്റുകൾ പോലും വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ഒപ്പം തന്നെ ദേശീയപാത 34 ഒരു ഭാഗത്ത് റോഡ് വിണ്ടുകീറി വാഹനം പോകാത്ത നിലയിൽ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഈ പ്രദേശത്ത് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു പാലം തകർന്ന സാഹചര്യമുണ്ട്. ഇവിടെ താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. അവ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ രക്ഷാപ്രവർത്തനവുമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തു വന്ന കണക്കുകളെക്കാൾ എത്രയോ വലിയ അപകടം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പോലും പ്രതികരിക്കുന്നത്. ഔദ്യോഗികമായ കണക്കുകൾ ഇപ്പോഴും ലഭ്യമല്ല. യഥാർത്ഥത്തിൽ ഉണ്ടായ മരണസംഖ്യയും കാണാതായവരുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് 50ഓളം കെട്ടിടങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു ഈ ധരാലി ഗ്രാമത്തിൽ നിന്ന് എന്നുള്ളതാണ് അവസ്ഥ. അതിൽ ഭൂരിഭാഗവും ഹോട്ടലുകളും വീടുകളുമാണ്. ഈ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിരുന്ന താമസക്കാർ എത്ര, ആ പ്രദേശത്തുണ്ടായിരുന്ന പുറമേ നിന്ന് ഉള്ളവർ എത്ര എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുകൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന നൽകുക എന്നുള്ളത് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയിട്ടുണ്ട്. 150ലേറെ പേരെ ഇതിനകം തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. എന്നാൽ ഇനിയും കണ്ടെത്താനുള്ള ആളുകൾ അത് 100ലേറെയുണ്ട് എന്നുള്ളതാണ് ഔപചാരികമായി അറിയിക്കുന്ന കണക്ക്. അത് 200-ന് മുകളിൽ വരുമെന്നാണ് അനൗപചാരികമായി നമുക്ക് നാട്ടുകാർ അടക്കമുള്ളവരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടും വലിയ കണക്കുകൾ പുറത്തു വരാനുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിജയകുമാർ. യെസ്, ബൽറാം സൂചിപ്പിച്ചതുപോലെ നമ്മൾ കരുതിയതിനേക്കാൾ വലിയ അപകടമാണ്. അതിൻ്റെ പൂർണ്ണ ചിത്രം, അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. രക്ഷാപ്രവർത്തകർക്ക് മുഴുവൻ അവിടേക്ക് എത്തി ദൗത്യം പൂർണ്ണതോതിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നതേ ഉള്ളൂ എന്ന് ഉത്തരകാശി ജില്ലാ ഭരണകൂടം തന്നെ അറിയിക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിലേക്ക് വരികയാണ്. ആൻമരിയ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുവാൻ. ഈ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ പറ്റിയുള്ള വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. അവരെ ഇപ്പോൾ എന്താണ് അവരുടെ അവസ്ഥ, അവർ എവിടെയാണുള്ളത്, അവരുടെ യാത്ര, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഔദ്യോഗികമായി മനസ്സിലാക്കുന്നതിനോ അതിലിടപെടുന്നതിനോ എന്തെങ്കിലും ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ ഡൽഹിയിൽ കേരളത്തിന് പ്രത്യേക പ്രതിനിധി KV തോമസ് ഒക്കെ ഉണ്ടല്ലോ. ആ നിലയ്ക്കൊക്കെയുള്ള ഇടപെടൽ ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തേണ്ടതല്ലേ? എന്താണ് അതൊക്കെ സംബന്ധിച്ചുള്ള ഈ വിവരങ്ങൾ? ഇപ്പോൾ ഇവിടെയുള്ള ബന്ധുക്കൾ ആശങ്കയോടെ കാത്തിരിക്കുന്നു, അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിലെങ്ങനെ, എത്ര ഇടപെടലാണ് നടക്കുന്നത് ഈ മണിക്കൂറുകളിൽ? വിജയകുമാർ, 28 മലയാളികളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. കൃത്യമായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു ആശങ്ക, അത് 24 പുറത്തുവിട്ടതിന് പിന്നാലെ അടിയന്തരമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ അതിലൊരു ഇടപെടൽ നടക്കുന്നുണ്ട്. നോർക്കയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. അവസാനമായി നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവർ സുരക്ഷിതരാണ്, പക്ഷേ എവിടെയോ കുടുങ്ങിക്കിടക്കുന്നു. അത് കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നാണ് അവിടെയുള്ള മലയാളി സമാജത്തിലെ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും ഡോക്ടർ രഞ്ജിത്ത് പറയുന്ന കാര്യങ്ങൾ വെച്ച് അനുസരിച്ച് പറയുകയാണെങ്കിലും ആ രീതിയിൽ
രീതിയിലുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്ക് അവസാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. രാവിലെ 8:30ക്കാണ് ഈ ബസ് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ഈ ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുന്നത്. ഗംഗോത്രിയിലേക്ക് പോകുന്നു എന്നാണ് അവർ അറിയിച്ചിരുന്നത്. ഈ ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം 100 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ റോഡിലെ കണക്കുകളും നമ്മുടെ ഇവിടുത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ 3 മണിക്കൂറിലധികം. അപ്പോൾ ആ ഒരു ഭാഗത്തെ അവിടുത്തെ റോഡുകളും സാഹചര്യങ്ങളും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഇവർ ടൂർ പാക്കേജിന് വേണ്ടിയിട്ട് പോകുന്നവരാണ്. അപ്പോൾ ഈ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങി അത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊരു കാര്യം, ഈ തൃശ്ശൂർ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് വന്നൊരു ഇൻഫർമേഷൻ, അവർ 1:45 ആ ഒരു സമയമായി കഴിഞ്ഞപ്പോൾ അവരെ ബന്ധപ്പെട്ടിരുന്നു. അവർ ഏകദേശം ഗംഗോത്രിയുടെ അടുത്തായിട്ടുണ്ട്, അവർ സുരക്ഷിതരാണ് എന്നും പറയുന്നുണ്ടായിരുന്നു. ഇനി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇവർ ഈ ബസ്സിനുള്ളിൽ തന്നെയാണോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ഹോട്ടലിനുള്ളിലാണോ കുടുങ്ങിക്കിടക്കുന്നത്? അവിടെ 4 ബസ്സുകൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബസ്സിലാണോ ഇവർ ഉള്ളത് എന്ന കാര്യങ്ങളാണ് ഇനി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളത്. അവർ അവസാനമായിട്ടുണ്ടായിരുന്ന അവർ ലൊക്കേഷനിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. നോർക്കയുടെ ഭാഗത്തു നിന്നുമുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടലുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 8 മലയാളികളാണ് കേരളത്തിൽ, 28 മലയാളികളാണ്. അതിൽ കേരളത്തിൽ നിന്നുള്ള 8 പേരും പിന്നീട് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള 20 പേരും ഇവരാണ് ഇന്ന് പോയിരിക്കുന്നത്. ഇവരുടെ ബന്ധുക്കളാണ് അവരുടെ ആശങ്കകൾ അറിയിക്കുന്നത്. അവർ സുരക്ഷിതരാണ് എന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് അവരെ എവിടെയുണ്ട്, അവർ കൃത്യമായിട്ട് ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നാണ് ഈ അധികൃതരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അവർ ഒരു ആശങ്ക ഇവരുടെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു ആശങ്ക, അത് കൃത്യമായിട്ട് ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അവരെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കാത്തതാണ് ഒരു ആശങ്കയായിട്ട് അവർ പറയുന്നത്. എങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, അവരെ സുരക്ഷിതരായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, ഈ 28 മലയാളികൾ, കേരളത്തിൽ നിന്ന് പോയ 8 പേരും മുംബൈയിൽ നിന്ന് പോയ 20 പേരും, അങ്ങനെ 28 മലയാളികൾ അവർ സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ. പലയിടങ്ങളിലായി അവർ വാഹനങ്ങളിലുമൊക്കെയായി കുടുങ്ങിക്കിടക്കുന്നു. വൈകാതെ അവരിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയും, സുരക്ഷിതരായി നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.